അസ്സലാമലൈക്കും. ഇന്നത്തെ വീഡിയോ കഴിഞ്ഞ വീഡിയോ പോലെ തന്നെ ഒരു യാത്ര പോയ അനുഭവത്തെക്കുറിച്ചുള്ള വീഡിയോ ആണ്. സുള്ളിയിലെ ഒരു ദേവർകുണ്ട് എന്ന് പറയുന്ന വാട്ടർഫാളിലേക്ക് പോയ ഒരു യാത്രാ അനുഭവത്തെക്കുറിച്ചാണ്. കഴിഞ്ഞ വീഡിയോ പോലെ തന്നെ പെട്ടെന്ന് ആതിര വിളിച്ച് എന്നോട് ചോദിച്ചു, ഒരു രാത്രി നമുക്ക് നാളെ രാവിലെ കുറച്ചാളായി എവിടെയെങ്കിലും പോയാലെന്താ എന്ന് ചോദിച്ചു. അങ്ങനെ ഞാൻ പറഞ്ഞു ഓക്കെ, എന്നാൽ നമ്മൾക്ക് കുറച്ചാളെ കൂടി വിളിച്ചു നോക്കാമെന്ന് പറഞ്ഞു. കുറേ ആളെ വിളിച്ചു നോക്കി, അങ്ങനെ കുറേ ആളെ വിളിച്ചു നോക്കി ചങ്ങായിമാരല്ലോ. അങ്ങനെ വിളിച്ചു നോക്കുമ്പോൾ ഒരു കാരണം പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെ എന്തായാലും നമ്മൾ പോകാൻ തീരുമാനിച്ചതല്ലേ, എന്നാൽ നമുക്ക് രണ്ടാൾക്കും എന്നെ പോകാനായിട്ട് നമ്മൾ പ്ലാനാക്കി. രാവിലെ തന്നെ ഞാനൊരു 8 ആകുമ്പോഴേക്ക് ഇവിടുന്ന് പുറപ്പെട്ട് 8 ആകുമ്പോഴേക്ക് ആദ്യം ബാക്കടുത്തുനിന്ന് കാസർഗോഡിലേക്ക് വന്നു. അങ്ങനെ ഞാനും ആദ്യം നേരെ സുള്ളിലേക്ക് വിട്ടു. പോകുന്ന വഴിക്ക് ജാൽസൂറിലെ തൂക്കുപാലം ഒന്ന് സന്ദർശിച്ചു. അവിടെ ഇറങ്ങി നേരെ തൂക്കുപാലത്തിൽ കയറി കുറച്ച് വീഡിയോയും ഫോട്ടോയും എടുത്ത് സമയം സ്പെൻഡ് ചെയ്യുകയും കുറച്ച് കഴിഞ്ഞ് അവിടെ നിന്ന് നേരെ വീണ്ടും യാത്ര തുടർന്നു. സുള്ളിലേക്ക് എത്തിയതിന് ശേഷം സഫാനോട് ചോദിച്ചു എൻ്റെ പേരുടെ ലൊക്കേഷൻ എവിടെ. അങ്ങനെ അവൻ്റെ ലൊക്കേഷൻ അയച്ചു. സഫാൻ്റെ നാട് സുള്ളിയിലെ വെള്ളാരിയിലായിരുന്നു. അങ്ങനെ വെള്ളാരയിലേക്ക് എത്തി ലൊക്കേഷൻ അനുസരിച്ച് പോയി. ലാസ്റ്റ് സഫാൻ്റെ പെരുക്കെത്തി അവനോട് പുറത്ത് തന്നെ കാത്തുനിന്നാണ്. അങ്ങനെ സഫാനെ കണ്ടി സഫാനോട് സലാം പറഞ്ഞ് നേരെ സഫാനോട് സംസാരിച്ച്, പിന്നെ അവൻ്റെ ഉപ്പ ഉണ്ടേനും അവരോട് സംസാരിച്ച് പിന്നെ കുറേ കോമഡി അടിച്ചാടി കുറേ സമയം വന്ന് ശേഷം അവർ ആ സമയത്ത് നമുക്ക് നല്ല സൽക്കാരമൊക്കെ തന്നു. പ്രത്യേകിച്ച് ഫസ്റ്റ് തന്നെ കുറേ മധുര പലഹാരങ്ങളും, പിന്നെ നമുക്ക് രാവിലെ ഫുഡ് കഴിച്ചില്ല എന്നറിഞ്ഞ് ഞാൻ കഴിച്ചിരുന്നു. ഞാൻ രാവിലെ തന്നെ കഴിച്ചിട്ടായിരുന്നു വന്നത്, പക്ഷേ അതിൽ കഴിച്ചിരുന്നില്ല. അങ്ങനെ അതിന് വേണ്ടി അവർ ഫുഡൊക്കെ കൊണ്ടുവന്ന് കൂടെ ഞാനും ഇരുന്നൊരു സപ്പോർട്ട് വേണ്ടി കഴിച്ചു. ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം ഞാനും ആദ്യം അവരുടെ ഉപ്പയോടും സഫാനോടും സംസാരിച്ചതിന് ശേഷം കുറച്ച് കഴിഞ്ഞ് അവരോട് ചോദിച്ചു, ഇവിടെ അടുത്ത് ടൂറിസ്റ്റ് പ്ലേസ് എന്തെങ്കിലും ഉണ്ടെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഇവിടുന്ന് കൊടകിലേക്ക് പോകുന്ന ആ ഭാഗത്ത് മടിക്കേരിക്കൊക്കെ ഉണ്ട്, ഗ്ലാസ് ബ്രിഡ്ജൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് ഗ്ലാസ് ബ്രിഡ്ജൊന്നും അത്ര ഇഷ്ടമല്ലായിരുന്നു. പിന്നെ നമ്മൾ ഞാൻ ഗൂഗിളിൽ നോക്കി ഇവിടെ അടുത്തായിട്ട് എവിടെയെങ്കിലും ടൂറിസ്റ്റ് പ്ലേസ് ഉണ്ടെന്ന് നോക്കിയപ്പോൾ അത് ഒരു വാട്ടർഫാൾസ് കാണിച്ചു. അതിൻ്റെ ഫോട്ടോ ഒന്നും കാണുന്നുണ്ടായിരുന്നില്ല. ദേവർകുണ്ട് എന്ന് പറയുന്ന ഒരു വാട്ടർഫാൾസ് ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ നേരെ യൂട്യൂബിൽ സെർച്ച് ചെയ്തപ്പോൾ നല്ല അതിമനോഹരമായ ഒരു ഫാൾസ് ആയിരുന്നു അത്. അങ്ങനെ നമ്മൾ അതിലേക്ക് പോകാൻ വേണ്ടി പ്ലാൻ ഇട്ടു. പിന്നെ ഒരു തറവാട്, ഒരു പഴയ മോഡൽ തറവാട്, ഒരു വീട്, അതും ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആയിരുന്നു. അതിലേക്കും കൂടി പോകുന്ന വഴിയിൽ പോകാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ നമ്മൾ സഫാനോടും അവൻ്റെ ഉപ്പയോടും യാത്ര പറഞ്ഞ് അവിടെ നിന്ന് വിട്ടു. അങ്ങനെ അവസാനം ആകെ 25 കിലോമീറ്റർ ആകുമ്പോൾ കാണിച്ചിരുന്നുള്ളൂ ആ വാട്ടർഫാൾസിൽ. യാത്ര തുടർന്നു. യാത്ര ഇങ്ങനെ പോയി ലാസ്റ്റ് ഗൂഗിൾ മാപ്പ് കാണിച്ചതിൻ്റെ ആ തറവാടിലേക്ക് എത്തുമ്പോൾ അവിടെ പാതി നോക്കുമ്പോൾ റോഡിൽ ഫുള്ള് കാറ്റുമയായ കാരണത്താൽ റോഡിൽ കയറി ഇലക്ട്രിക് വയറെല്ലാം വീട് കിടക്കുന്നു. അത് കണ്ടപ്പോൾ നമുക്ക് എന്തോ ഒരു പേടിയായി. അതിന് പേടിയായ കാരണത്താൽ ഇതിൽ പോയാൽ അഥവാ എന്തെങ്കിലും അപകടം പറ്റിയാലോ എന്ന് വിചാരിച്ച് നമ്മൾ ആദ്യം തീരുമാനിക്കും ആ റൂട്ട് ക്യാൻസലാക്കി. അതിനുശേഷം നമ്മൾ നേരെ വാട്ടർഫാൾസിന് ഉദ്ദേശത്തോടെ പോയിട്ട് ഗൂഗിൾ മാപ്പിലെ ലൊക്കേഷൻ എത്തി ഇവിടെ നോക്കുമ്പോൾ ഈ കാട്ടിന് നടുവിലെത്തിയിട്ട് ഇതാണ് വാട്ടർഫാൾസ് എന്ന് ഗൂഗിൾ മാപ്പ് കാണിക്കുന്നത്. പക്ഷേ ആട് അവിടെ ഒന്നും കാണുന്നില്ല. അങ്ങനെ നമ്മൾ കുറച്ച് മുമ്പോളം വന്ന് ഒരാളെ കണ്ടു. ആ ആളോട് ചോദിച്ചപ്പോൾ ഇവിടുന്ന് 5-10 കിലോമീറ്റർ പോയാൽ ആ വാട്ടർഫാൾസ് കാണാമെന്ന് പറഞ്ഞു. അവർ റൂട്ടൊക്കെ പറഞ്ഞു തന്നു. അങ്ങനെ അവർ പറഞ്ഞതനുസരിച്ച് നമ്മൾ നേരെ പോയി. ലാസ്റ്റ് ഒരു വലിയ കയറ്റം കണ്ടു. അതും കയറി കണ്ടിട്ട് വേറെ ഒരാളെ കണ്ടു. അവരോടും ചോദിച്ചു. നമുക്ക് ഭാഷയൊന്നും അറിയില്ല, എന്നാലും ഒപ്പിച്ചൊപ്പിച്ച് സംസാരിച്ചു. കർണാടകയല്ലേ. അങ്ങനെ അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇതിലേ പോയാൽ മതി എന്നിട്ട്. അങ്ങനെ അതിലേ നമ്മൾ പോയി നോക്കുമ്പോൾ ആ റോഡിൽ ഓഫ് റോഡ് റോഡാണ്. അത് ആടെ പാറയും. അങ്ങനെ ഞാനും അതിൽ പോയി. പെട്ടെന്ന് വണ്ടിയൊക്കെ സ്ലിപ്പാകാൻ തുടങ്ങി. അങ്ങനെ അതിൽ ഞാൻ അടക്കിച്ച് ഞാൻ വണ്ടിയിലും നടന്നിട്ടും പോയി. അങ്ങനെ പാതിയോളം വണ്ടി പോയി. പിന്നെ അതിനേശം കയറ്റാം. അതിൽ പോകാൻ കയ്യിലാന്ന് ഒരാൾ പറഞ്ഞു, വണ്ടികളൊന്നും കയറ്റില്ല, ഇവിടെയാണ് വെക്കുന്നത്. അങ്ങനെ വണ്ടി അവിടെ വെച്ച് നമ്മൾ നേരെ നടന്നു. അവിടെ തന്നെ കുറച്ചേ നടക്കാണ്ടായിട്ടുള്ളൂ. 100 മീറ്റർ എത്താക്കി കഴിഞ്ഞാൽ വാട്ടർഫാൾസ് എത്തി. അവസാനം വാട്ടർഫാൾസ് എത്തി നമ്മൾ വിചാരിച്ച നാട്ടും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തതിനാട്ടും വളരെ മനോഹരമായിരുന്നു. പ്രത്യേകിച്ച് അത് കണ്ടവർക്ക് പ്രത്യേകിച്ച് എനിക്ക് ആദ്യമായിട്ടായിരുന്നു ഇത്ര വലിയെന്നല്ല, അത്യാവശ്യം ഇങ്ങനെ ഒരു ബ്യൂട്ടിഫുള്ളായ ഒരു വാട്ടർഫാൾസ് കണ്ടത്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുത്ത്, പിന്നെ കാലുമൂടൽ നല്ല തണുത്ത വെള്ളമായിരുന്നു ഒഴുകി വരുന്നവരുണ്ടായിരുന്നത്. അങ്ങനെ അവിടെ കയ്യും കൂടെയൊക്കെ കഴുകി ശേഷം ആദ്യം പറഞ്ഞു നമ്മൾ ഈ വെള്ളത്തിൽ നിന്ന് ഇറങ്ങിയാലോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു നമ്മൾ 2 പേരേ ഉള്ളൂ, അതുകൊണ്ട് എന്തൊക്കെ പറ്റിയാൽ രക്ഷിക്കാനോ ഒന്നിനും ആരും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ കുറച്ച് അവിടെ നിന്ന് ടൈം സ്പെൻഡ് ചെയ്ത് അതൊക്കെ ആസ്വദിച്ച ശേഷം അവിടെ നിന്ന് നമ്മുടെ